പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ടുകൾ വന്നു. ഇടതുപക്ഷ മുന്നണിക്ക്, പ്രത്യേകിച്ച് CPM-നും CPI-ക്കും വിചാരിച്ചത്ര സീറ്റ് കിട്ടിയില്ല. കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു, കണക്കെടുക്ക് കുറച്ച് നീട്ടിവെക്കുന്നുണ്ട്. അതിനിടയിൽ സമരം, കേന്ദ്ര ഗവൺമെന്റിനുള്ള സമരമാണ് ഇപ്പോൾ പ്രധാനം. കണക്കൊക്കെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് കണക്കെടുപ്പ് നടക്കുന്നു. കണക്കെടുപ്പ് നടക്കുന്നതിനിടയിൽ ചില കണക്കുകൾ ഞങ്ങളും എടുത്തു. ഞങ്ങളെടുത്ത ചില കണക്കുകൾ, ഫീൽഡ് കണക്കുകൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയാണ്. ഇത് അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, ഇങ്ങനെ ഒരു കണക്കെടുപ്പ് CPM ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല, ഇടതുപക്ഷ മുന്നണിയും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കണക്കെടുക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തായിരുന്നു പുല്ലമ്പാറ പഞ്ചായത്ത്. ഡിജിറ്റൽ പഞ്ചായത്തായി പ്രഖ്യാപിച്ചതുകൊണ്ട് അവിടെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള സ്കൂൾ അധ്യാപകൻ, KSTയുടെ ഒക്കെ വലിയ നേതാവായിരുന്ന ഒരു രാജേഷ്, അഴിമതിക്കാരനല്ല, സത്യസന്ധനാണ്, പ്രായം കൊണ്ട് ചെറുപ്പമല്ല, റിട്ടയർ ആയതിനു ശേഷം, അങ്ങനെ നോക്കിയാൽ രാഷ്ട്രീയത്തിൽ ചെറുപ്പമാണ്. അദ്ദേഹമായിരുന്നു അത് ഡിജിറ്റൽ പുല്ലമ്പാറ എന്ന് പറഞ്ഞ് വലിയ അവാർഡൊക്കെ വാങ്ങി. ജലസംരക്ഷണ രംഗത്ത് നീർത്തടാധിഷ്ഠിത വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നൊക്കെ പറഞ്ഞ് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് വലിയ അവാർഡാണ് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുടെ നിന്നും പ്രസിഡന്റിന്റെ നിന്നും അങ്ങനെ വലിയ അവാർഡുകൾ വാങ്ങി. ആ പഞ്ചായത്ത് ഇപ്പൊ UDF ആണ് ഭരിക്കുന്നത്. കാരണം എന്താ? അവിടെ ഞാൻ പേര് പറയുന്നില്ല, ഒരു മെമ്പറുടെ പേര് പറയുന്നത്, അദ്ദേഹം CPM കാരനാണ്. അത് എപ്പോഴോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഈ പിണറായി വിജയന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ ഈ ധാർഷ്ട്യവും ബഹളവും ഒക്കെ കണ്ടിട്ട് എപ്പോഴോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അബദ്ധം പറ്റി ഒരു ഫേസ്ബുക്കിൽ ഒരു വരി അങ്ങോട്ട് പോസ്റ്റ് ഇട്ടു. പിന്നെ ഉടനെ പിൻവലിച്ചു പാർട്ടിക്കാർ പറഞ്ഞിട്ട്. കുറച്ചുകൂടി പക്വത വേണമെന്ന് എന്തോ ഒരു പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് അപ്പോൾ തന്നെ അവിടുത്തെ ഗ്രൂപ്പുകാർ, CPM-നകത്ത് നന്നായിട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പുകാർ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റിവെച്ചു, ഇയാൾക്കെതിരെ പണിയണമെന്ന്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോൾ ഇദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി തീരുമാനിക്കുന്നു. ഞാൻ മനസ്സിലാക്കനുസരിച്ച് ഒരു മുരളി, അതും ഒരു അധ്യാപകനാണ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് ഞാൻ വിചാരിക്കുന്നത്, ബ്രാഞ്ച് സെക്രട്ടറിയാണ് അവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട, അതൊരു മുരളിയാണ്. അദ്ദേഹം സ്കൂൾ അധ്യാപകനായിരുന്നു, KSTയുടെ ഒക്കെ വലിയ നേതാവായിരുന്നു. അവരെല്ലാം അവിടെ തീരുമാനിക്കുന്നു, ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ കാൻഡിഡേറ്റിനെ, ആളുടെ പേര് ഞാൻ പറയാൻ, അദ്ദേഹം പാർട്ടിയിലില്ല, കാൻഡിഡേറ്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കും. ലോക്കൽ കമ്മിറ്റി തീരുമാനിക്കുന്നു, വെഞ്ഞാറോട് ഏരിയ കമ്മിറ്റി തീരുമാനിക്കുന്നു, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നു. ആരെല്ലാം തീരുമാനം കൊടുക്കണം, എല്ലാവരും തീരുമാനം കൊടുക്കുന്നു. പെട്ടെന്നാണ് സംസ്ഥാനതല മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നൊരു ആരോ ഒരു ഊമക്കത്തയച്ചു. വേറെ ആർക്കാ ഇതിനൊക്കെ സമയം? പാർട്ടിക്കാർ ആരോ ഊമക്കത്തയച്ചു, മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇടപെടൽ വരുന്നു. ഉടനെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ഇല്ല. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? സ്ഥാനാർത്ഥിത്വം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചു, അദ്ദേഹവും സ്വതന്ത്രനായി നിന്ന് അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ള പല വാർഡുകളും പോയി. UDF-ന് അധികാരം കിട്ടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഗ്രൂപ്പ് പോരും ഇതുപോലത്തുള്ള കാര്യങ്ങളും താഴെത്തട്ടിൽ തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കിയതും. പണ്ടാണെങ്കിൽ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ച്, ബ്രാഞ്ച് തീരുമാനിച്ച് ലോക്കൽ കമ്മിറ്റി വരെ പോകും, മാക്സിമം പഞ്ചായത്ത് മെമ്പറൊക്കെ, അതിനപ്പുറത്തോട്ട് പോകില്ല. ഏരിയ കമ്മിറ്റിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമായിരിക്കും. ഇനി അഥവാ ഏരിയ കമ്മിറ്റി വരെ പോയാലും മുകളിലോട്ടൊന്നും പോകുന്ന പ്രശ്നമില്ല. ഇതെല്ലാം മുകളിൽ നിന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ള മറ്റൊരു കേന്ദ്രീകരണം നടന്നു. പ്രത്യേകിച്ച് നോക്കേണ്ടത് പിണറായി വിജയന്റെ ഗ്രൂപ്പാണോ നോക്കണം, പിന്നെ ഒരുപാട് ഘടകങ്ങൾ നോക്കണം CPM-നകത്ത്. അങ്ങനെ നോക്കി വന്നാണ് ഒരു വശത്തുള്ള വിഷയം. രണ്ടാമതൊരു വലിയ ചതി നടന്നു. EMS-ന്റെ കാലത്താണ് ജനകീയാസൂത്രണം വരുന്നത്. ജനകീയാസൂത്രണം ആദ്യം EMS സമ്മതിച്ചില്ല. EMS പറഞ്ഞു ഇത് ഉടായ്പാണ്, പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ MP പരമേശ്വരൻ എഴുതിയ ഒരു കൺസെപ്റ്റ് നോട്ടാണ്, ഒരു 8-10 പേര് എൻ്റെ ഉണ്ടായിരുന്നു, അത് എൻ്റെ ലൈബ്രറി കാണണം. ഒരു 8-10 പേരിൽ ഒരു കൺസെപ്റ്റ് നോട്ടുണ്ട്. ഒരു വർഷത്തേക്ക് ഒരു ക്യാമ്പയിൻ, 40% പൈസ താഴോട്ട് കൊടുക്കുന്നു, അങ്ങനെ പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുന്നു, അതിന് പ്ലാനിംഗ് ബോർഡിൽ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. EMS-ന്റെ മകൻ EM ശ്രീധരനെയും, മരിച്ചുപോയി അദ്ദേഹം EM ശ്രീധരനെയും ഡോക്ടർ തോമസ് ഐസക്കിനെയും പ്ലാനിംഗ് ബോർഡ് മെമ്പർമാരാക്കുന്നു. അവരുടെ നേതൃത്വത്തിൽ ഒരു വർഷത്തെ ക്യാമ്പയിൻ നടത്തുന്നു. ക്യാമ്പയിനിലൂടെ KRP, DRP, LRP എന്നൊക്കെ പറഞ്ഞ് കുറെ റിസോഴ്സ് പേഴ്സൺമാരെ വയ്ക്കുന്നു. അവരെ വെച്ചുകൊണ്ട് ഒരു വർഷത്തെ ക്യാമ്പയിൻ നടത്തുന്നു, ശാസ്ത്ര സാഹിത്യ പക്ഷത്തെ സഹായിക്കുന്നു. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ ജനകീയാസൂത്രണത്തിന്റെ ബാക്കി കാര്യങ്ങൾ പഞ്ചായത്തുകൾ ചെയ്യുന്നു. ഒറ്റ വർഷത്തേക്കാണ്. ഞാനീ പറയുന്ന വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ശാരദാ മുരളീധരൻ കേൾക്കണം, വേണു കേൾക്കണം, വേണു IAS കേൾക്കണം, തോമസ് ഐസക് കേൾക്കണം, MP പരമേശ്വരൻ കേൾക്കണം, T ഗംഗാധരൻ കേൾക്കണം, ശാസ്ത്ര സാഹിത്യ പക്ഷത്തിന്റെ ആളുകളെല്ലാം ഇത് കേൾക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇത് കേൾക്കണം. CP നാരായണൻ കേൾക്കണം. ഒരു വർഷത്തേക്ക് ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് ജനകീയാസൂത്രണം എന്ന് പറഞ്ഞ് കയറി പറ്റിയിട്ട് 5 വർഷവും ക്യാമ്പയിൻ നടത്തി. അത് പോട്ടെ, അങ്ങനെ കൊടുക്കണമായിരിക്കാം. താഴെ തട്ടിൽ ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത് അന്ന് ഗ്രാമസഭ ഭയങ്കര ഗ്രാമസഭയായിരുന്നു. പിന്നെ ഗ്രാമസഭയില്ല. എവിടെ പിന്നെ ജോലി ചെയ്യണമെങ്കിലും ബോർഡ് വെക്കണമായിരുന്നു. പിന്നെ ബോർഡ് വെപ്പില്ല. അങ്ങനെ ബോർഡ് വെച്ച് ചെയ്ത് അപ്പുക്കുട്ടൻ കാണി എന്ന് പറയുന്ന വിതുര പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ തോറ്റും പോയി. അത് കഴിഞ്ഞിട്ട് അപ്പോഴെല്ലാം പ്രോജക്റ്റിൽ എഴുതി വെക്കണം. പ്രോജക്റ്റ് കടലാസ് എഴുതുന്ന പ്രോജക്റ്റാണ്. പിന്നെ കമ്പ്യൂട്ടറിലല്ല, ആ കടലാസിൽ പ്രോജക്റ്റിൽ എഴുതി വെക്കണം. ഈ പ്രോജക്റ്റ് പരിസ്ഥിതിക്കും സ്ത്രീനീതിക്കും കുഴപ്പം വരുന്നില്ല. പിന്നെ അവസാനം സ്ത്രീനീതിയുമില്ല, പരിസ്ഥിതിയുമില്ല, പേപ്പറുമില്ല, പ്രോജക്റ്റുമില്ല, വികസന രേഖയുമില്ല. അങ്ങനെ ജനകീയാസൂത്രണം ഗ്രാമസഭയുമില്ല,
ഒന്നുമില്ലാതെ ജനകീയാസൂത്രണത്തിന്റെ ഓരോന്നോരോന്നായി കൊന്ന് കൊലവിളിച്ച് ജനകീയാസൂത്രണം എന്ന് പറയുന്നത് വെറും പോസ്റ്റ്മാന്റെ പണി ചെയ്യുന്ന ജോലിയായി. പിന്നെ വേറെ ചില ചേട്ടന്മാരുണ്ടായിരുന്നു, അത് ശാരദാ മുരളീധരൻ അടക്കമുണ്ട്, ഞാൻ പേര് പറയുന്നുണ്ടായിരുന്നു വിചാരിക്കരുത്. സെൻട്രലൈസ് ചെയ്ത് ഇരുന്നു കൊണ്ട് കുടുംബശ്രീയുടെ പേരിൽ, അതുപോലെ തന്നെ പിന്നെ നാഷണൽ ലൈവ്ലിഹുഡ് മിഷന്റെ പേരിൽ, അതുപോലെ തന്നെ പിന്നെ ഹരിത കേരള മിഷന്റെ പേരിൽ ഡോക്ടർ TN സീമ അടക്കമുള്ള ആളുകൾ എല്ലാം ഇരുന്നു കൊണ്ട്, അതുപോലെ തന്നെ പിന്നെ ശുചിത്വ മിഷന്റെ പേരിൽ, അങ്ങനെ ഒരുപാട് കേന്ദ്രീകരണ സംവിധാനങ്ങളുടെ പേരിൽ കയറിയിരുന്ന് പഞ്ചായത്തുകളെ കൊല വിളിക്കും. ഒരൊറ്റ അധികാരവും പഞ്ചായത്ത് ചെയ്യാൻ പറ്റത്തില്ല. 100 ലൈഫ് പദ്ധതി, ആ പദ്ധതി, ഈ പദ്ധതി, ശുചിത്വ പദ്ധതി, ഹരിത കേരളം പദ്ധതി, അപ്പ പദ്ധതി, ഇപ്പ പദ്ധതി എന്ന് പറഞ്ഞ് 100 കണക്കിന് പദ്ധതി നിർബന്ധമായി വെക്കേണ്ട ഘടകങ്ങളായി താഴേക്ക് കൊടുത്ത്, മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അക്കാഡമിക് കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ട്, അവിടെയെല്ലാം കുറച്ച് LRP DRP എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ മാത്രം സ്ഥിരമായി എല്ലാ കമ്മിറ്റിയിലും കയറിപ്പറ്റി അവർ തന്നെ സകലതിന്റെയും എക്സ്പേർട്ടുകളായി, ശുചിത്വ മിഷന്റെയും വാട്ടർ ഷെഡിന്റെയും നീർത്തട പരിപാടിയുടെയും സകലതിന്റെ എക്സ്പേർട്ടുകളായി, ഗ്രാമസഭയുടെയും സുതാര്യതയുടെയും വിവരാവകാശം എല്ലാത്തിന്റെയും എക്സ്പേർട്ടുകളായി കുറച്ച് പേരിങ്ങനെ സഞ്ചയം തൂക്കി തെക്ക് വടക്ക് നടന്ന് ജനകീയാസൂത്രണത്തിന് പൊളിച്ചടുക്കി കൈ കൊടുത്തു. അങ്ങനെ പൊളിച്ചടുക്കി കൈ കൊടുത്തപ്പോൾ തോമസ് ഐസക്കിനോട് MP പരമേശ്വരൻ വിളിച്ച് പറഞ്ഞു, ഇതൊക്കെ നടന്ന ഡേറ്റയാണ്, ജനം അറിയണം. അതിപ്പോ തോറ്റ് നിൽക്കുകയാണ്, ഇപ്പോഴെങ്കിലും ചർച്ചയിൽ എപ്പോൾ ചർച്ച ചെയ്യും? MP പരമേശ്വരൻ പറഞ്ഞു, ഇതല്ല ഞാൻ പറഞ്ഞ ജനകീയാസൂത്രണം, ഇതല്ല EMS എഴുതി കൊടുത്ത ജനകീയാസൂത്രണം. ജനകീയാസൂത്രണം എഴുതി കൊടുത്തപ്പോൾ ഒന്നാമതായി എഴുതി കൊടുത്തത് പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് ആളെ കൂട്ടണം, പ്രൊഡക്ഷൻ ഉത്പാദന മേഖലയിൽ വർധന കൊണ്ടുവരണം. 1957 7 ലക്ഷം ഹെക്ടർ ആയിരുന്നു വയലുണ്ടായിരുന്നത്, അത് 67 ആയപ്പോൾ 8 ലക്ഷം ഹെക്ടറായി, അത് വീണ്ടും കുറഞ്ഞു 1 ലക്ഷം ഹെക്ടറായി. അതെങ്ങനെ 10 ലക്ഷം ഹെക്ടറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും? അതായിരുന്നു ഒരു ജോലി ഹരിത കേരള മിഷന്റെ ഒക്കെ. വലുതാ നടന്നോ? രണ്ടാമത് വൃത്തിയുടെ കാര്യത്തിൽ വൃത്തി, വെള്ളം, വിളവെടുപ്പ് എന്നൊക്കെയായിരുന്നു മുദ്രാവാക്യം. വല്ലതാ നടന്നോ? പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞ് പ്രോജക്റ്റുകൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പരിസ്ഥിതിയെ കൊന്നത് ജനകീയാസൂത്രണമാണ്. ഞാൻ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി ക്ലാസ് എടുക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയും അതിന്റെ അംബാസഡറായിട്ട് നടന്ന ആളാണ്. ആ ആളാണ് ഞാൻ ഈ പറയുന്നത്. വലിയ പരിസ്ഥിതി ദ്രോഹമാണ് ജനകീയാസൂത്രണം കൊണ്ടുവന്നത്. ഉൽപാദന മേഖല പോയി, സുതാര്യത എവിടെ, ഗ്രാമസഭ എവിടെ? ഗ്രാമസഭയ്ക്ക് അധികാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്തുകൾ, ഈ ചേട്ടന്മാരെല്ലാം കൂടി അവർക്ക് പിന്നെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി അവർ അതിനെ മുച്ചൂട് മുടിച്ചിട്ട് ഗ്രാമസഭയെ നോക്കുകുത്തികളായി അവസാനം ഗുണഭോക്തൃ ലിസ്റ്റ് എടുക്കുന്ന 5-6 പേര് വരും. ലിസ്റ്റ് തയ്യാറാക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റിയിലും ഒക്കെ ഇരുന്ന് ബൂത്ത് കമ്മിറ്റിയിലും ഇരുന്ന ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് കൊണ്ടുവച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് വിളിച്ച് ഗ്രാമസഭയിൽ വരുന്ന ആളുകൾ ലേലം വിളിച്ച് അവരെന്തെങ്കിലും കിട്ടിയാലായെന്ന് പറഞ്ഞ് വെറും ആനുകൂല്യം കൊടുക്കുന്ന 5-10 പേര് വരികയും തൊഴിലുറപ്പിന്റെ ഗ്രാമസഭയും പിന്നെ ഇതിന്റെ ഗ്രാമസഭയും എല്ലാം കൂടെ ഒറ്റ ഗ്രാമസഭ കൂടി അതിനകത്തൊക്കെ കള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ഗ്രാമസഭയെ കൊല വിളിച്ചു. അധികാര വികേന്ദ്രീകരണം ഇല്ലാതായി. താഴെ തട്ടിൽ നിന്ന് മുകളിലോട്ട് വരണമെന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണം. രാജീവ് ഗാന്ധി പറഞ്ഞത് ലോകസഭയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 100 രൂപ അനുവദിക്കുമ്പോൾ 10 രൂപയെ താഴെ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് അധികാര വികേന്ദ്രീകരണം വേണം, 90 രൂപയെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞാണ് ഭരണഘടനാ ഭേദഗതി 73-74 നരസിംഹറാവുവിന് തുടങ്ങി രാജീവ് ഗാന്ധി അത് ബില്ലൊക്കെ ആയിക്കിട്ടൊക്കെ വന്നത്. നരസിംഹറാവുമാണ് തുടങ്ങി വെച്ചത്. പക്ഷെ വല്ലതാ നടന്നോ? പോസ്റ്റ്മാന്റെ ജോലിയാണ്. ആവശ്യം പോലെ റോഡ് പണി, പാലം പണി, കെട്ടിടങ്ങൾ, വീടുകളെല്ലാം എന്താണ് വാഹനങ്ങൾ, വലിയ സൗകര്യങ്ങളായി പഞ്ചായത്തിൽ പ്രസിഡന്റുമാർക്കും മെമ്പർമാർക്കും ഒക്കെ വലിയ സൗകര്യങ്ങളായി. അഴിമതിയുടെ കൂത്തരങ്ങായി മാറി താഴെ. ഇത് കണ്ടോണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ആൾ. പണ്ട് സംസ്ഥാന തലത്തിൽ അഴിമതി നടന്നാൽ കാണാൻ പറ്റൂല, കേട്ടറിവേ കാണുള്ളൂ. ഇപ്പൊ കാണുകയാണ് കൺമുന്നിൽ. ഗ്രാമസഭ ഇല്ല, കാണുകയാണ്. സുതാര്യത ഇല്ല, കാണുകയാണ്. അങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിന്റെ കടയ്ക്ക് കത്തിവെച്ച് മുകളിൽ നിന്ന് വിജ്ഞാന കേരളം അടുത്തൊരു സാധനം, അതുപോലെ തന്നെ ഹരിത കേരള മിഷൻ വേറെ സാധനം, സാനിറ്റേഷൻ മിഷൻ, ഇങ്ങനെ 100 കണക്കിന് മിഷനുകൾ കേന്ദ്രീകരിച്ചും പ്ലാനിംഗ് ബോർഡിൽ അവിടെ ഇവിടേക്ക് ഇരുന്ന് കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അങ്ങോട്ട് പരിശീലനമാണ്. കിലയും SIRDP അത് കിലയുടെ ഭാഗമാണ്. കിലയിലോട്ട് അങ്ങോട്ട് കൊടുക്കും, ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കും, കുറെ ആളുകളെ പരിശീലിപ്പിക്കും. അവരെല്ലാത്തിന്റെയും വിദഗ്ധരാണ്, സകലതിന്റെ വിദഗ്ധരാണ് അവർ. പള്ളിക്കൂടത്തെ അധ്യാപകൻ മുതൽ LP സ്കൂൾ സാറ് മുതൽ സകലതിന്റെയും വിദഗ്ധരായിട്ടുള്ള കുറെ ആളുകൾ പോയി. ആലപ്പുഴയിൽ പറയേണ്ട കാര്യം തന്നെ ഇടുക്കിയിലും പറയും, ഇടുക്കിയിൽ പറയേണ്ട കാര്യം പോയി കോട്ടയത്ത് പറയും. അങ്ങനെ വളരെ മോശമായ രീതിയിൽ ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടപ്പോൾ അവർ മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയാസൂത്രണവും ഇടതുപക്ഷത്തിന്റെ ജനകീയാസൂത്രണവും വലതുപക്ഷം പറയുന്ന വികസനവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നമുക്ക് വികസനം മതി, അല്ലാതെ ഈ പറയുന്ന പ്രാദേശിക ആസൂത്രണം ഒന്നും നടക്കുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് പറയാം, സ്ഥാനാർത്ഥി നിർണയം പോലും താഴെത്തട്ടിൽ നടത്താൻ പറ്റാത്തതിൽ കേന്ദ്രീകരിച്ച് മുകളിൽ നിന്ന് കേന്ദ്രീകരിച്ച് കൊടുക്കുകയും ഈ ആസൂത്രണ പ്രക്രിയ മുഴുവൻ അട്ടിമറിക്കുകയും ചെയ്തപ്പോൾ
ജനങ്ങൾ നോക്കിയപ്പോൾ എല്ലാ ചേട്ടന്മാരും തുല്യമാണ്, എന്തിനാണ് ഇവരെ മാത്രമായി ജയിപ്പിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായി. അങ്ങനെ അക്കാഡമിക് കമ്മിറ്റി ഇല്ലാതാക്കി, വിദഗ്ധ സമിതി ഇല്ലാതാക്കി, പിന്നെ സുതാര്യത ഇല്ലാതാക്കി, മുഴുവൻ കാര്യങ്ങളും തിരുവനന്തപുരത്തിരുന്ന് തീരുമാനിക്കുന്ന നിലയിലേക്കുള്ള വികേന്ദ്രീകരണം നടത്തിയപ്പോൾ വിജയ തങ്കപ്പന്റെ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി എടുത്ത് ദൂരെ കളഞ്ഞു റിപ്പോർട്ട്. ഭരണപരിഷ്കാര കമ്മിറ്റി ഉണ്ടായിരുന്നു, വി എസ് അച്യുതാനന്ദൻ. ആ റിപ്പോർട്ട് എടുത്ത് ദൂരെ കളഞ്ഞു. ഇതൊന്നും നടപ്പിലാക്കാതെ വീണ്ടും അധികാര കേന്ദ്രീകരണം എന്ന അപ്പക്കഷ്ണം ഇട്ടുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ നോക്കിയതിന്റെയും കൂടി പ്രതിഫലമാണ്. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മാതൃകകൾ ഉണ്ടാക്കലാണ് കുറച്ചുപേരുടെ ജോലി. അതിൽ ശാസ്ത്രസാഹിത്യ പരിഷത്ത് ഉണ്ട്. പരിഷത്തിനെ പറയുന്നതല്ല, പരിഷത്തിന് സംഘടനയല്ല, വ്യക്തികളെയാണ് പറയുന്നത്. സംഘടനയോട് എനിക്ക് നല്ല മതിപ്പാണുള്ളത്. കുറെ വ്യക്തികളെയാണ് അതിനകത്ത് കയറിപ്പറ്റിയ പിന്നെ ഉദരം നിമിത്തം ബഹുവൃത വേഷം എന്ന് പറഞ്ഞ് ഇപ്പോൾ സഞ്ചിയായിട്ട് നടക്കുന്ന കുറച്ച് ആളുകളെയാണ് ഞാൻ പറയുന്നത്, അല്ല മറ്റേ ആളുകളല്ല. അവരെല്ലാം സർക്കാരിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ കൊല്ലത്ത് പോയി പറയും കൊച്ചിയിൽ മാതൃക, കൊച്ചി പോയി പറയും കോട്ടയത്ത് മാതൃക, കോട്ടയത്ത് പോയി പറയും ലേബർ ബാങ്കിൽ ചെന്ന് പറയും, അവിടുത്തെ പഞ്ചായത്തിൽ ചെന്ന് പറയും, അപ്പുറത്തെന്ന് പറയും. ആരും പോയി നോക്കുന്നില്ലല്ലോ. അവിടെ പോയി പറയും കല്യാശ്ശേരി മാതൃക, ഇവിടെ വന്ന് പറയും നന്ദിയോട് മാതൃക. ഇങ്ങനെ കേരളം മുഴുവൻ മാതൃക ഉണ്ടാക്കാൻ നടന്ന് ഒരു ജനതയെ മുഴുവൻ പറ്റിച്ചു. ജനകീയാസ് EMS ജീവിച്ചിരുന്നെങ്കിൽ ചെവിക്ക് പിടിച്ച് അടി കൊടുക്കുമായിരുന്നു. MP പരമേശ്വരന് അങ്ങനെ അടി കൊടുക്കാൻ പറ്റാത്തത് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹത്തിന് ചുമ്മാ വിലപിക്കാനും പുസ്തകം എഴുതാനേ കഴിയുകയുള്ളൂ. വേറെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് കേരളത്തിൽ സംഭവിച്ചത്. ഇതിന് ഉത്തരം പറയേണ്ട കുറച്ച് പേരുടെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല. വേണമെങ്കിൽ ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞുതരാം. കുറെ ചേട്ടന്മാരാണ് കേരളത്തിൽ CPM-നെ തോൽപ്പിച്ചത്. അത് പിണറായി വിജയൻ മനസ്സിലാക്കിയാൽ നന്ന് അധികാര വികേന്ദ്രീകരണം അതിന്റെ യഥാർത്ഥ അന്തസത്തയിൽ എന്ന് തിരിച്ചു വരുമോ അന്നായിരിക്കും ഗ്രാമസ്വരാജ്യം ഈ രാജ്യത്ത് വരുന്നത്. അന്നായിരിക്കും ഈ രാജ്യത്ത് വളരെ ഗൗരവമായി അധികാര വികേന്ദ്രീകരണത്തിന്റെ എല്ലാ ഗുണവും CPM-ന് രാഷ്ട്രീയമായും കിട്ടുന്നത്.